കോട്ടയം ഭാഗങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കണ്ടുവരാറുള്ള ഒരു മീൻകറിയാണ് ചക്കക്കുരുവും മാങ്ങയും ഇട്ട മീൻകറി. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. മീൻകറിയുടെ ആവശ്യത്തിനായി തേങ്ങ, 7 ചെറിയുള്ളി, ഒരു 6-7 പച്ചമുളക്, നല്ല പുളിയുള്ള മാങ്ങ, രണ്ടായി പിളർന്നു വച്ച ചക്കക്കുരു ഇത്രയും എടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ടൊന്ന് കഴുകി ചട്ടിയിലേക്കിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇവിടങ്ങളിലൊക്കെ മീൻ കറി വയ്ക്കുമ്പോൾ സീസൺ അനുസരിച്ച് എന്തൊക്കെ ലഭിക്കുമോ അതൊക്കെ ഇട്ട് കറി വയ്ക്കുവേ. ചേമ്പോ മാങ്ങയോ ചക്കക്കുരുവോ എന്ന് വേണ്ട എന്താണോ അപ്പോൾ കിട്ടുന്നത് അതിട്ടായിരിക്കും മിക്കപ്പോഴും കറി വയ്ക്കാറുള്ളത്. ഇനി ചക്കക്കുരു ഒന്ന് വേകട്ടെ, ഒന്ന് മൂടി വെച്ചതൊന്ന് വേവിച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, ചെറിയുള്ളിയിൽ നിന്ന് 2 കഷ്ണം ചെറിയുള്ളി ഇട്ടാൽ മതി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ചക്കക്കുരു ഇപ്പോൾ വെന്തു തുടങ്ങിയിട്ടുണ്ട്. പകുതി വേവായാൽ മതി കേട്ടോ. ചക്കക്കുരുവിലേക്ക് മാങ്ങയും ആ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ബാക്കി ചെറിയുള്ളി ചതച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പും അതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തിള വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ മത്തിയാണ്, 1/2 കിലോ മത്തിയുണ്ട്. ഇതൊന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കണം ചാറിനകത്തേക്ക്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചട്ടി ഒന്ന് പതുക്കെ ഒന്ന് കറക്കി വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. വീണ്ടും മൂടി വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. ഒരല്പം കറിവേപ്പിലയും അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്തെടുത്താൽ കറി നമുക്ക് ഉപയോഗിക്കാറായിട്ടുണ്ട്. ഇനി ഒന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കണേ. ഒരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം. ഇപ്പോൾ തളയൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കലെങ്കിലും കറി വെച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ. കറി ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്